your number, take one last time, make it another. Wish I was one or the other. ഹേ ഹലോ, അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഇന്ന് ഞങ്ങൾ ലേഡീസ് മാത്രം ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ ഗഡീസ് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 വീലറിലാണ് പോകുന്നത്. അതോ എങ്കടാ എങ്കടാ പറ എങ്കടാ, നിങ്ങളല്ലേ പറഞ്ഞ് പുറത്തേക്ക് പോകണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ. ഇന്ന് കളിക്കുന്നില്ലേ? എന്നാ ഞങ്ങള് പോയിട്ട് വന്നാലോ? വാ 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 പോവാ. ടാറ്റാ. ഫൈനലി നമ്മുടെ സ്പോട്ടായിട്ടുള്ള 3 Gems എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നത് 3 Gems റെസ്റ്റോറൻറ്റിലാണ്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ഒക്കെയാണ് കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർക്ക് അവിടെ എത്തിയതും എന്താ പറയുക, ഒരു പ്ലേ ഗ്രൗണ്ട് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. അത്രയും അർമാദനായിരുന്നു. ഇനി കുട്ടികളെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമായപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഡിജോ സാറ് വരാത്തതിൽ വിഷമമുണ്ടാ? എനിക്ക് ഞാൻ ചുമ്മാ ചോദിച്ചതാട്ടോ, ചേട്ടന്മാർ വരാത്തതിൽ വിഷമമുണ്ടോയെന്ന്. ജസ്റ്റ് ഫോർ എ ഫൺ, അങ്ങനെ മാത്രം കണ്ടാൽ മതി കേട്ടോ. ഹസ്ബൻഡ്സിൻ്റെ കൂടെ പോകാനാണ് എല്ലാവർക്കും ഇഷ്ടവും ആഗ്രഹമൊക്കെ ആണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഗേൾസ് മാത്രമായിട്ട് കൂടുമ്പോഴാണ് ആ ഒരു വൈബും അതിൻ്റെ ഒരു പവറും നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൽ വലിയ തെറ്റൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരുപാട് സ്വീറ്റായിട്ടുള്ള കുറേ മെമ്മറീസ് ഇതുപോലെ ഗേൾസ് മാത്രമായിട്ട് കൂടുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അത് നമ്മൾ മിസ്സാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് കാര്യങ്ങളൊക്കെ കിടക്കാം. കാര്യമായിട്ട് നീരജ് ചേച്ചി അവിടെ മെനു കാർഡൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ കുട്ടിപ്പട്ടാളത്തെ ഒന്ന് ഒതുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അവർക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ പിന്നെ അവരതും കഴിച്ച് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ നമ്മൾ 3 Gemsൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ചിക്കൻ ബുള്ളറ്റിൽ തന്നെ ആദ്യം തുടങ്ങി കേട്ടോ. ചിക്കൻ ബുള്ളറ്റ് ഭയങ്കര ടേസ്റ്റിയാണ്. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ ആദ്യം തന്നെ തുടങ്ങി. പിന്നെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തു, നമ്മൾ കഴിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. കുറേ കോമഡി പറഞ്ഞു, കുറേ ചിരിച്ചു, കുറേ ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ അവിടെ നിന്നും കുറേ ഓർമ്മകളും മെമ്മറീസും ഒക്കെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടോ. ലാസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള മൊജിറ്റോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിന് ഞങ്ങളത് വാങ്ങി എന്ന ചിന്തയായി. കാരണം വേറൊന്നുമല്ല, അതിൽ ഇതുപോലത്തെ കുറച്ച് കുടകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഓരോ അംഗവെട്ടലുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലമാക്കി എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ വന്നു. അപ്പോൾ ഈ ഒരു ഡിന്നർ നൈറ്റ് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ഈ കുട്ടിപ്പട്ടകളും ചേർന്നിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ മറ്റൊരു അതിരിക്കുമ്പോൾ ബൈ, സീ യു ഓൾ. Did you wait too long? Tell him that you love him, but he's already gone, darling. Did you make 2 wrongs? Know that daddy never